ഹായ്. അപ്പം ഞങ്ങൾ തായ്ലൻഡിലാണ് കേട്ടോ. ഷിംബേച്ചിയുണ്ട്, 2 ഷിംബന്മാരും. ഇത്തവണ നമ്മളുടെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാക്കേജാണ് കേട്ടോ. ത്രിവേണി ടൂർ പാക്കേജിൻ്റെ കൂടെയാണ്. ഞങ്ങളെല്ലാവരും കൂടി എയർപോർട്ടിൻ്റെ പുറത്ത് കിടക്കുമ്പോൾ തന്നെ അവിടെ ഒരു തായ് സുന്ദരി, അയ്യോ എന്ത് ഭംഗിയാണല്ലേ അവർ കാണാൻ. ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളെയൊക്കെ മാലക്കെട്ടർ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സർപ്രൈസായിപ്പോയി. അവരുടെ കിരീടവും അവരുടെ ഡ്രസ്സും എല്ലാം നോക്കി ഞാൻ അങ്ങനെ കുറേ നേരം നിന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് മാല ഇടാൻ വേണ്ടിയിട്ട് പോകണമല്ലേ പറഞ്ഞത്. അപ്പോൾ വേഗം ഞാൻ ഷീബയുടെ അടുത്ത് നമ്മുടെ ഫോണൊക്കെ കൊടുത്തിട്ട് എനിക്കും ഒരു മാല ഇടാൻ വേണ്ടിയിട്ട് ഓടി ചെന്നു കേട്ടോ. അതെന്താ മാല എന്നറിയോ? അതിൽ മറ്റേ ഇതുണ്ടല്ലോ, ഓർക്കിഡ് മാതിരിയുള്ളത്, അത് ഒറിജിനലും മറ്റേ നമ്മളുടെ മുക്കുറ്റിയല്ല കേട്ടോ, നമ്മളുടെ എരിക്കും പൂവില്ലേ അതുമാതിരി കേട്ടോ. അത് പ്ലാസ്റ്റിക് ആയിരുന്നു. അയ്യോ എന്ത് രസമായിരുന്നു എന്നോ. നടുക്ക് ഈ ഫ്ലവർ ഇപ്പം ഇത്രയും ഫ്ലവർ ഇവിടെ ഇല്ല, മറ്റേത് ഇതല്ല, ഇത് നല്ല സൂപ്പറാട്ടോ. ഇത് ഞാൻ കഴിക്കണില്ല. അല്ലേ, ഇത് സൂപ്പറല്ലേ? ഞങ്ങൾ ഗ്രൂപ്പിൽ 18 ആളുകളുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും കൂടിയിട്ട് ത്രിവേണി ട്രാവൽസിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ ബസ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ്സിൽ നോക്കി അങ്ങനെ കാത്തിരുന്ന് സ്നാക്സും കൂൾ ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബാങ്കോക്കിലാണ് ഫ്ലൈറ്റ് ഇറങ്ങിയതെങ്കിലും നമ്മൾ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പട്ടായയിലാണ് കേട്ടോ 3 days സ്റ്റേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത് ഹോട്ടലിലൊക്കെ പോയതിന് ശേഷം ഫസ്റ്റ് സ്പോട്ടിലേക്ക് നോച്ച് വില്ലേജ് അതിലേക്ക് പോവുകയാണ് കേട്ടോ. ഒരു 600 ഏക്കറിലധികം ഉണ്ട് ഈ നഴ്സറിയും അതിലെ ഗാർഡനും എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. വേൾഡിലെ തന്നെ ടോപ്പ് 10 ഉള്ളിലൊക്കെ വരണ ഒരു ഗാർഡനും ഇതൊക്കെയാണ് കേട്ടോ. എന്താ രസം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒരിക്കലെങ്കിലും എനിക്കൊക്കെ ഇങ്ങനെയുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും തായ്ലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ഗ്രീനറീസും ഇതൊക്കെയാണ് എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത്ര അത്ഭുതങ്ങളാണ് നമ്മൾക്ക് ഇതിൽ കാത്തിരിക്കുന്നത് കേട്ടോ. നമുക്കൊരു ദിവസമൊന്നും നടന്നാൽ ഒരിക്കലും എത്തില്ല. അപ്പോൾ ഇവിടുന്ന് എല്ലാം നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോവും അങ്ങനെയൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല കെയറിങ് ഒക്കെ തരണ ഒരു ടൂർ പാക്കേജ് ഉണ്ടെങ്കിൽ നല്ല ഫുഡായിട്ടുണ്ടെങ്കിലും എല്ലാം നല്ല ഒരു രീതിയിലാണ് നമുക്ക് മഴ ഉണ്ടോ? നനയ്ക്കുന്നുണ്ടോ? മഴ നനേ ഇത് ഇവിടേക്ക് ഇരിക്കാൻ പറ. വീഡിയോ ഇട്ട് റീൽസ് ഇട്ട് മടുക്കും അല്ലേ? ഓരോന്നിനും അതന്നെയാണ്. കള്ളിച്ചെടിയാണ്. ആ ഡാർക്ക് ഗ്രീന്, വാവ് എന്ത് ഭംഗിയല്ലേ! എന്താ നമ്മൾ പറയുക, ഏതോ ഒരു സ്ഥലത്ത് അത്രയും ഗംഭീരത്തിൽ ഇങ്ങനെ നമ്മൾ ആസ്വദിക്കണം കേട്ടോ.
ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇത്രയും ചെടികളുടെ ഇടയിലൊക്കെ നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യം തന്നെയാണ്. നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ബസ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ് സർവീസൊക്കെ എടുത്തിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ ആനക്കുട്ടന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ. ആനയുടെ ഇതുണ്ട് ഇവിടെ, ഡാൻസ് ഷോ, ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ നമ്മളുടെ വീഡിയോയിൽ. ആദ്യം നിൽക്കുന്ന ആനകൾക്ക് മാത്രം പഴമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഓരോ ലേഡീസ് ഓരോ കൗണ്ടറൊക്കെ ആയിട്ട് പഴം വാങ്ങുക, അപ്പം തന്നെ കൊടുക്കുക, ആ ഒരു രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തല്ലേ പരിപാടി. എല്ലാ ആനകൾക്കും ആദ്യം നിൽക്കണ ആനകൾക്കൊക്കെ ആനകൾക്ക് ഇങ്ങനെ ആളുകൾ കൊടുക്കുക തന്നെയാണ് കേട്ടോ. പിന്നെ ഉള്ളവരൊക്കെ എന്താ പാവങ്ങളോ, അവരിങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആദ്യത്തെ ആനകൾക്ക് മാത്രമേ തിന്നാൻ കൊടുക്കുള്ളൂ, കുട്ടിയാനയ്ക്കൊന്നും തിന്നാൻ കൊടുക്കണേയില്ല. വാവ്, സൂപ്പർ 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 സൂപ്പർ. തായ്ലൻഡിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ചോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും തായ്ലൻഡിലാണ് നൈറ്റ് ലൈഫ് അല്ലേ, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നോക്കുമ്പോൾ പ്രൈസായി പോയി. അയ്യോ, നമുക്ക് എന്താ അത്. കാണിച്ച എന്തോ പറക്കാവണമില്ല. അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ കടന്നിട്ട് ഫോട്ടോ എടുക്കണം, ചാടിയിട്ട് ഫോട്ടോ എടുക്കണോ, ഓടിയിട്ട് ഫോട്ടോ എടുക്കണോ, ഏത് തരത്തിൽ ഫോട്ടോ എടുക്കണോ എന്നുള്ളതിന് യാതൊരു ഇതൊക്കെ പാടാ എങ്ങനെ ഫോട്ടോ എടുത്തിട്ട് തീർക്കും എന്നുള്ളതായി. എടുക്കുമ്പോൾ അങ്ങോട്ട് കുറച്ച് വീഡിയോ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് ഇടാമെന്ന് അങ്ങോട്ട് തീരുമാനിച്ചത്. അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ചാനലിൽ. അപ്പം നിങ്ങൾക്കും കാണാം, എനിക്ക് പിന്നീട് കാണാം, ആ ഒരു രീതിയിലാണ് കേട്ടോ. ഉള്ളിൽ കയറിക്കണ ആ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കൾച്ചറൽ അവരുടെ ഫെസ്റ്റ് മാതിരി ഉണ്ടാവും. ഫെസ്റ്റല്ല, അവരുടെ ഒരു ഷോ ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഷോ 10:30 തുടങ്ങും, പിന്നെ 11:30 തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10:30 ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ 11:30 നമ്മൾ കയറാൻ പോവുകയാണ്. അപ്പോൾ ആ പോണ വഴിക്കുള്ള ഷോപ്പിംഗ് ഏരിയ കേട്ടോ. അപ്പോൾ ചുമ്മാ അങ്ങനെ ഫോട്ടോ എടുത്തതാണ്. ഇതോ ഷോ നമ്മൾക്ക് തുടങ്ങുകയാണ് കേട്ടോ. ഷോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.
അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് എലിഫൻറ്റ് ഷോ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അത് ഇതേമാതിരി 4 ഷോയ്ക്കാണ് കേട്ടോ ഒരു ദിവസം. അപ്പോൾ നമ്മൾ അതിലും രണ്ടാമത്തെ ഷോയ്ക്കാണ് കയറി ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി നിങ്ങൾ എലിഫൻറ്റ് ഷോ കുറച്ച് നേരം കണ്ടേ. ഇപ്പോൾ ചെയ്യണത് എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അത് പെയിൻറ്റ് ചെയ്യണം കേട്ടോ, ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാണ്. അത് ആ പെയിൻറ്റ് ചെയ്ത സംഭവം 300 ബാത്ത് പറഞ്ഞാൽ ഏകദേശം 700-750 രൂപയ്ക്ക് അവരപ്പം തന്നെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെയിൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഒരു വേറെ കൗണ്ടറുണ്ട് കേട്ടോ, അതിൽ ഇതെല്ലാം സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സംഭവം തന്നെ അല്ലേ അല്ലേ, ആന പെയിൻറ്റ് ചെയ്തതൊക്കെ. പെയിൻറ്റ് രസമുണ്ട്, ഒരു മരവും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെയാണ്. നല്ല സംഗതി ചോറായിട്ടുണ്ട്. നമ്മൾക്കിപ്പോൾ ഇവിടെ അങ്ങനെ ആന പെയിൻറ്റ് ചെയ്തൊന്നും കിട്ടുന്നില്ലല്ലോ. പക്ഷെ ഞാൻ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. ഇതേമാതിരി അതിൽ എഴുതിയിട്ടൊക്കെ ഉണ്ട്, അത് ആന പെയിൻറ്റ് ചെയ്താണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു ടീഷർട്ട്. അങ്ങനെ നല്ല രസമല്ലേ. എന്നാലും ഇതൊക്കെ ഫുട്ബോളും അതേമാതിരി എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആന മറ്റേ ബലൂണ് എറിഞ്ഞിട്ടൊക്കെ ഉണ്ടല്ലോ, അത് നല്ല കിടുവായി. അതേമാതിരി തന്നെ ഈ ബാസ്കറ്റ് ബോള് കളിക്കുന്ന സമയത്ത് അതിങ്ങനെ മറ്റേ ആന എടുത്തിട്ട് ആ മറ്റേ ബാസ്ക്കറ്റിൻ്റെ ആ ഒരു ഇത് ബാക്കിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകണ ഒരു ഇതുണ്ടായിരുന്നില്ലേ, അതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇതിലത്തെ ഏതാ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്? കുട്ടിയാനകൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ പഴത്തിൻ്റെയൊക്കെ. അപ്പോൾ എന്താല്ലേ ഇങ്ങനെയൊക്കെ വേണം കേട്ടോ ബിസിനസ്സും ഇതൊക്കെ സംഭവങ്ങൾ. അപ്പോൾ 4 പുറത്തു കൂടി ഒരു കുഞ്ഞു വണ്ടിയിൽ പഴമായിട്ട് ഇങ്ങനെ വരും ആളുകൾ. എന്നിട്ട് അത് ഞാനൊന്നും കൊടുക്കാൻ നിന്നില്ല കേട്ടോ. നമ്മൾ ഈ ജമ്മത്തിക്കും അടുത്ത ജമ്മത്തിക്കുള്ള അത്രയും പഴം നമ്മളുടെ വീട്ടിൽ ആരുണ്ടാവണ സമയത്ത് നമ്മൾ കൊടുത്തിട്ടില്ലേ. അപ്പം പിന്നെ ഇനിയിപ്പോൾ പൈസയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഇനി എനിക്ക് കൊടുക്കണില്ല വിചാരിച്ചിട്ട്. അപ്പോൾ എന്നാലും അതൊക്കെ ഓരോ ബിസിനസ് തന്ത്രങ്ങൾ ഇങ്ങനെ കാണുമ്പോഴേ ശരിക്കും കേട്ടോ ഇവിടെയൊക്കെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, കുറേ കാഴ്ചകൾ നമുക്ക് ഓരോരോ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോഴാണ് അവിടെയൊക്കെ ഇങ്ങനെയുള്ള വ്യത്യസ്ത നിറഞ്ഞ ഒരു ഐഡിയകളും
ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാവണതും ഇതൊക്കെ കേട്ടോ. അതേമാതിരി ഫോട്ടോസ് ഇങ്ങനെ അവരെടുക്കും. നമ്മൾ അറിഞ്ഞോ അറിയാണ്ടേയും ഒക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തിരിച്ച് വരുമ്പോൾ നമ്മൾ സർപ്രൈസായിട്ട് ഈ ഫോട്ടോ വേണം അപ്പം നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെയൊക്കെ ഒരു രസമായിരുന്നു. എന്തായാലും ആനകളുടെ ഷോ ഗംഭീരം. എനിക്ക് ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സർക്കസിലൊക്കെ ഒന്നോ രണ്ടോ ആനകളുടെ പരിപാടികൾ ഇങ്ങനെ കാണുക എന്നല്ലാണ്ട് അതന്നെ ഇപ്പോൾ അധികം ഇല്ല തോന്നുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് പിന്നെ സർക്കസും ഞാൻ കാണാൻ പോകാറില്ല. ചെറുപ്പത്തിലൊക്കെ നിറയെ സർക്കസും ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ ഒന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി വളരെ നന്നായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പോയി. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഭക്ഷണത്തിൻ്റെ ഇന്ത്യൻ പല കൗണ്ടറുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ടൈം കൊടുത്തിറക്കുകയാണ്. നമ്മളുടെ ഇവിടെയുള്ള ടൂർ ഗൈഡ് കരീന പറഞ്ഞിട്ടുള്ള ഒരു മേഡായിരുന്നു. അവൾ സൂപ്പർ ലേഡി. അത് കഴിഞ്ഞാൽ നമ്മൾ ബസ്സിലിങ്ങനെ പോകുമ്പോൾ നമുക്ക് 2-3 ഇതേമാതിരിയുള്ള സ്പോട്ടുകളിൽ അവർ ബസ് നിർത്തും കേട്ടോ. ബസ്സിൽ നമുക്ക് ഓപ്പണായിട്ടുള്ള ബസ് തന്നെയാണ്. അതിലിങ്ങനെ പോകുമ്പോൾ ആദ്യം നമ്മൾ ഈ ഓർക്കിഡ് ഫാമിലാണ് കേട്ടോ. അവിടെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. 1-2 ഫോട്ടോ കാണിച്ചു തന്നാലോ നിങ്ങൾക്ക്. ഇതാണ്ടില്ലേ, ലവും ലൈക്കും തൂങ്ങലും ആടലും ഒക്കെ ആയിട്ട്. അയ്യോ. പിന്നെ നമ്മളിങ്ങനെ ഇതേമാതിരി നഴ്സറി സെക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇവർ കൊണ്ടുപോകണത്. എന്തതൊക്കെ എനിക്കറിയില്ലേ. പൂക്കള് മയം, നഴ്സറി മയം, അങ്ങനെ കണ്ട് നമ്മൾ മടുക്കാന്ന് പറയാൻ പാടില്ല. അയ്യോ, ക്യാൻസൽ. ഇതൊക്കെ കാണാൻ ഭാഗ്യം കിട്ടിയതിൻ്റെ സംഭവം. പിന്നെ നമ്മൾ ദിനോസർ പാർക്ക് ഇതേമാതിരി ആ ഭാഗത്തു കൂടെയൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്ക് നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, നാളെ നിങ്ങൾക്ക് വെയിലുണ്ട് പറഞ്ഞാൽ അത് കാണാൻ പറ്റുമോ, നിങ്ങൾ ഇറങ്ങൂ എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ഒന്ന് ടയേർഡായിട്ട് ആദ്യം ഒന്ന് മടിച്ചു. അത്രയും വെയിലൊക്കെ ആയിരുന്നു. ഒരു 2 മണിയൊക്കെ നേരത്ത്. ശരിക്കും നമ്മളുടെ ഇന്ത്യൻ ടൈമും ഇതുകൂടെ തമ്മിൽ ഏകദേശം 1.5 മണിക്കൂറോളം വ്യത്യാസമുണ്ട് കേട്ടോ. ആദ്യത്തെ ദിവസം നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇതിൽ നിന്നിട്ടും ഇതേമാതിരി ഫോട്ടോ അങ്ങോട്ട് എടുത്ത് തകർത്തു. പിന്നെ നമ്മൾ ടൈഗർ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും നല്ല ടയേർഡായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഈ തായ്ലൻഡിലെ ഒക്കെ വീഡിയോസ് നമ്മുടെ സഫാരി ചാനലിൽ നമ്മുടെ സന്തോഷമായിട്ട് അങ്ങനെ ഇടുന്ന സമയത്ത് ഇതൊക്കെ കാണാൻ പറ്റുമോ? അന്നൊന്നും ഇങ്ങനെയൊക്കെ ചെയ്യാം. സത്യം പറയാലോ, യാത്രയൊന്നും ചെയ്യാൻ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ കുട്ടി യാത്രകളൊക്കെ പോകാമെന്നല്ലാണ്ട് ഇങ്ങനെ ഒരു വിദേശ ട്രിപ്പുകൾ അങ്ങനെയൊന്നും പോകാൻ എന്തോ എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ക്രേസ് കൂടിയെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ ഒരു തീരുമാനം, നമ്മൾക്ക് പറ്റുന്നിടത്തോളം രാജ്യങ്ങളൊക്കെ സന്ദർശിക്കണം, നാടുകളൊക്കെ പോയി കാണണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിൽ. അപ്പോൾ അന്ന് ആ വീഡിയോകൾ ഇടുമ്പോൾ എൻ്റെ അമ്മായിമ്മയാണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഈ സഫാരി ചാനൽ കാണുന്ന ആളാട്ടോ. അപ്പോൾ എന്നോട് പറയും, ഇതൊക്കെ പോയി കണ്ടൂടെ, ഇതൊക്കെ. ഞാനിങ്ങനെ പറയും, എന്താ ഈ മമ്മിക്ക് ഒന്നും മിണ്ടാതിരുന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അന്നങ്ങനെ തമാശയ്ക്ക് ഇങ്ങനെ ചീത്ത പറഞ്ഞിരുന്നു കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ഫ്ലോട്ടി മാർക്കറ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ അമ്മായിമ്മേനെ ഞാൻ മനസ്സുകൊണ്ട് വെച്ചാൽ പുള്ളിക്കാരിയാണ് സത്യം പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് നിനക്ക് പൊക്കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളതിനെ അത്രയും നിനക്ക് അത്ര പോവാൻ എന്താ കുഴപ്പം, എനിക്കൊന്നാണ് വെച്ചാൽ അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നിനക്കിപ്പോൾ പൊക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഏറ്റവും അധികം അതായത് ഇതേമാതിരി രാജ്യങ്ങളും സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്ത് തരുന്ന ആൾ കേട്ടോ. മമ്മി താങ്ക് യു ആൻഡ് ഐ ലവ് യു മമ്മി, ഐ ലവ് യു. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതിലും നല്ല രീതിയിൽ ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ ടൂറിസ്റ്റിനെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റണ, നമ്മുടെ ആലപ്പുഴയും ഈ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യാനൊക്കെ പറ്റണ ഒരു സംഭവമായിട്ടാണ്. അതായത് ഒരുപാട് എന്നെ ആകർഷിച്ചു എന്നുള്ളതല്ല, അവരുടെ ഒരു പൈസ ഉണ്ടാക്കാൻ ടൂറിസത്തിന് വേണ്ടിയിട്ട് ചെയ്യണ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഒരുപാട് ആകർഷിച്ചത് കേട്ടോ. അതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ കാണാത്ത, അതായത് ഇതാണല്ലേ,
ക്രൊക്കഡൈൽ ബേബിക്കും അത്ര അത്. അങ്ങനെ ഇതേമാതിരി പാറ്റേനെ പാറ്റ എന്ന് പറഞ്ഞിട്ട് പുഴുക്കൾ, അതേമാതിരി തേള്, നമ്മുടെ കരിന്തേള് മാതിരിയൊക്കെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതന്നെ ആവും തന്നെ വിചാരിക്കുന്നു കേട്ടോ. അല്ലാതെ അതിൻ്റെയൊക്കെ ചിത്രങ്ങളും അതൊക്കെ ഫ്രൈ ചെയ്തിട്ടും കൊമ്പ് കോർത്തിട്ടും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ക്രൊക്കഡൈൽ ബീബിക്ക് നമ്മളുടെ ഗൈഡ് പ്രത്യേകം നമ്മളോട് പറഞ്ഞതാണ് കേട്ടോ, ആ ബീബിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യണേന്ന്. ഇതാണ് വേറെ അവിടുത്തെ ഒരു ഫേമസ് ആയിട്ട് എല്ലാവരും നമ്മളോട് ട്രൈ ചെയ്യാൻ പറഞ്ഞ മാംഗോ സ്റ്റിക്കി റൈസ് കേട്ടോ. റൈസ് ഉണ്ട്, അതേമാതിരി തന്നെ മാംഗോ ഐസ്ക്രീം. ആ ഫ്ലവർ നോക്കിയേക്കാം, ആ ഫ്ലവർ നമ്മളുടെ പിന്നാലെ കൂടിയിറക്കാൻ വന്ന് ഇറങ്ങിയ മുതൽക്ക് കേട്ടോ. ഓർക്കിഡ് അത് പിന്നെ ഇതേമാതിരി ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ നോക്കിയേക്ക് ഒരു അവരുടെ ഒരു ഫ്ലാഗൊക്കെ വെച്ചിട്ട് എന്തായാലും 110 ബാത്താണ് കേട്ടോ അതിന് പറയണത്. നല്ല ടേസ്റ്റ് തോന്നി. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഷെയർ ചെയ്തത്. നമ്മളപ്പോൾ കഴിച്ചിട്ടൊക്കെ ഉണ്ടാവുക കാരണം നമുക്ക് കുഴപ്പം തോന്നിയില്ല, നല്ല ടേസ്റ്റ് തോന്നി കേട്ടോ എനിക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ച് നമ്മളുടെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വണ്ടിയിലേക്കൊക്കെ ആളുകൾ വെള്ളമൊഴിക്കുന്നുണ്ട്, റോട്ടിലൊക്കെ നിന്ന് പരസ്പരം വെള്ളമൊഴിക്കുന്നുണ്ട്. ഇതെന്താടാ സംഭവം എന്നൊക്കെ വിചാരിച്ചിട്ട് റോട്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്, ഓരോ തോക്ക് പിടിച്ച് മാതിരി ഇങ്ങനെ പോണുണ്ട്. എന്താടാ സംഭവം എന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളുടെ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങൾ, നാളേക്കുള്ള കുറച്ച് സംഭവങ്ങൾ, നാളെ അവരുടെ ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ, കുട്ടി കുട്ടി സാധനങ്ങൾ കേട്ടോ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് അപ്പോൾ നാളത്തെ ഡേക്ക് വേണ്ടിയിട്ട് ഞങ്ങളും ത്രില്ലിംഗ് ആണ്, നിങ്ങളും ഒപ്പം ത്രില്ലിംഗ് ആണ് എന്നുള്ളത് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് സെക്കൻഡ് ഡേ ഇതിലും സൂപ്പറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും നമ്മളുടെ കൂടെ റെഡി ആയിരിക്കുന്നു എന്നുള്ളത് ഉറച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും തായ്ലൻഡിൽ വരുമ്പോൾ നല്ല ദിവസങ്ങൾ തന്നെ നിങ്ങൾക്കും കിട്ടട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു. ലവ് യു, ബ്ലെസ്സിങ്സ്.